എല്ലാവർക്കും ഒരു ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം തുടങ്ങിയത് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറേ കാലമായി. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്ഡേറ്റ്സ് എടുക്കാൻ പോയാൽ തലപ്രാന്ത് എടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രംപ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എല്ലാ ദിവസവും വന്നിട്ട് ഒരേ കാര്യമാണ് പറയുന്നത്. ഇതാ യുദ്ധം നാളെ തീരും, നാളെ തീർക്കണം, ഇതാ ഇറാൻകാർ കാല് പിടിക്കാൻ വന്നിട്ട് ഞങ്ങളിതാ ഡീൽ ഇപ്പം സൈൻ ചെയ്യും, ഇതാ അടുത്ത ആഴ്ച, ഈ ആഴ്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കുറേ ദിവസമായി. നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ഇയാൾ ഈ ഒരേ കാര്യം പറയുന്നതിൻ്റെ ഒരു 100 വീഡിയോസ് കിട്ടും. അപ്പം അങ്ങനെയാണ് അമേരിക്കക്കാർ പറയുന്നത്. ഇറാൻകാർ പറയുന്നത് ട്രംപ് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞങ്ങൾക്കിതൊന്നും അറിയില്ല, സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് അത് ഞങ്ങൾ അടച്ചിട്ടുണ്ട് എന്നുള്ള ഒരേ കാര്യമാണ് ഇറാൻകാർ അപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു MOU ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പീസ് ഡീൽ ഉണ്ടാക്കാനുള്ള ഒരു MOU. അതിൻ്റെ ഡേറ്റ് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. 60 days ആയിരുന്നു അതിൻ്റെ വാലിഡിറ്റി. ഒരു ഡീലും ഉണ്ടായില്ല, ഒരു സംഭവം നടന്നില്ല. അതങ്ങനെ അതിൻ്റെ വഴിക്ക് പോയി. ലേറ്റസ്റ്റ് ആയിട്ട് ട്രംപ് പോസ്റ്റ് ചെയ്തത് ഇതാ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് ഒക്കെ നമ്മുടെ തന്നെ അമേരിക്കക്കാരുടെ തന്നെ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് ഒക്കെ തുറന്നുണ്ടല്ലോ, കപ്പലുകളൊക്കെ പോന്നോട്ടെ എന്നുള്ള ലെവലിലാണ് ട്രംപ് പോസ്റ്റ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്താണെങ്കിൽ ഇന്നലെയും കൂടെ ഏതോ ഒരു കപ്പലിനെതിരെ ബോംബ് ചെയ്തിട്ട് ഇറാൻ്റെ ബോംബോ എന്തോ വന്ന് വീണിട്ട് അറ്റാക്ക് നടന്നിട്ട് അതിൽ ചീഫ് എഞ്ചിനീയർ മരിച്ചിട്ടുണ്ട്. ഹോർമസിൽ കൂടെ പെർമിഷൻ ഇല്ലാണ്ട് ഒരു കപ്പൽ കടന്നിട്ട്. പിന്നെ അടുത്തൊരു അപമാനം അമേരിക്കയ്ക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ USS എബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ട് അമേരിക്കയുടെ, ലോകത്ത് ഏറ്റവും വലുത്. അതിൽ സെയിലേഴ്സിന് പല്ല് തേക്കാൻ ബ്രഷും സോപ്പും ഒന്നും ഇല്ലാണ്ട് സെയിലർമാരൊക്കെ എടുത്ത് ചാടാൻ പോകണു. കാരണം അവർക്ക് മതിയായി. 260 ദിവസമായി സ്ട്രെയിറ്റ് അത് കടലിലാണ്. ആൾക്കാരെ ഷിഫ്റ്റ് മാറ്റി ഒന്നും ചെയ്തിട്ടില്ല. അവിടുത്തെ ആൾക്കാർക്കൊക്കെ മതിയായിട്ട് യുദ്ധവും വേണ്ട ഒന്നും വേണ്ട ഞങ്ങളൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് അവർ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. ഞാൻ അടുത്തൊരു മെയിൻ പ്രശ്നം അമേരിക്കയ്ക്കുള്ളത്, അമേരിക്കയുടെ വെപ്പണൊക്കെ കഴിഞ്ഞു, സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. താജ് സിസ്റ്റം 80% കഴിഞ്ഞു. പേട്രിയറ്റ് സിസ്റ്റം 70% കഴിഞ്ഞു. അങ്ങനെ ഈ ലോങ് റേഞ്ച് പ്രിസിഷൻ മിസൈൽസ് ഉണ്ട്, അതൊക്കെ കഴിയാനേ ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്നാണ് വാർത്തകൾ വരുന്നത്. ഇറാൻ്റെ കയ്യിൽ പിന്നെ എത്ര മിസൈലുണ്ട്, ഡ്രോൺ ഉണ്ട് എന്ന് പുറത്തൊന്നും വാർത്തയൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. അവർ ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് അത് ഞങ്ങൾ അടയ്ക്കും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കുന്നത്. കുറേ ഇവർ ബോംബിടുന്നുണ്ട്, അവർ ബോംബിടുന്നുണ്ട്, ആൾക്കാർ മരിക്കുന്നുണ്ട്, ഒരു പീസ് ഡീലും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ.